ജോർജിയയിൽ ലിവിങ് എക്സ്പെൻസസ് നമുക്ക് സ്റ്റുഡൻസിന് മാനേജ് ചെയ്യാൻ പറ്റുമോ? പാർട്ട് ടൈം അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ? സോ ഡോക്ടർ ആർദ്രയ്ക്കും ഡോക്ടർ വൈഷ്ണവിക്കും പുറത്തു പോയി MBBS ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? എങ്ങനെയാണ് ജോർജിയയിൽ നമുക്ക് ഫോറിൻ സ്റ്റുഡൻസിനെ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത്? അവിടെ എന്തെങ്കിലും റേസിസം അല്ലെങ്കിൽ ക്ലൈമറ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇപ്പം ലാംഗ്വേജ് ബാരിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? റേസിസം അങ്ങനെയൊന്നുമില്ല. പിന്നെ ലാംഗ്വേജ് ഒരു ബാരിയർ ആണ്. പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവിടെ ബേസിക് ജോർജിയൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ജോർജിയൻ ലാംഗ്വേജ് ആവശ്യം വരുന്നത് ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിലും അങ്ങനെയൊക്കെ പോകുമ്പോഴായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിപ്പിക്കുന്നതുകൊണ്ട് അതും ഒരു ബാരിയറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നോഫോൾ ഉള്ളൊരു രാജ്യമാണ് ജോർജിയ. അപ്പോൾ ഫസ്റ്റ് സ്നോഫോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോഴും അത് നല്ലൊരു മെമ്മറിയാണ്. പിന്നെ കാനഡ പോലെ അത്ര തണുപ്പുള്ളൊരു രാജ്യമല്ല. -2 വരെയൊക്കെ ടെമ്പറേച്ചർ പോകും. പിന്നെ നമ്മൾ ഈ സ്നോഫോളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നും അത് മനസ്സിലാലോചിക്കുമ്പോൾ ഇപ്പോഴും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? അതെ, നല്ല ക്ലൈമറ്റ് ആണ്. അതായത് ഇപ്പം വിൻ്റർ ഇനിയിപ്പം സ്പ്രിങ് വരുമ്പം ആ ഒരു സീസണാണ്, ഓട്ടം വരുമ്പോൾ ആ ഒരു സീസണാണ്. ഈ 4 സീസൺസും നമ്മൾ സാധാരണ TV-യിൽ കാണുന്നതാണ്. നമുക്കിവിടെ അത് കാണാൻ പറ്റില്ലല്ലോ. ഈ 4 സീസൺസും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ജോർജിയയിൽ ലിവിങ് എക്സ്പെൻസസ് നമുക്ക് സ്റ്റുഡൻസിന് മാനേജ് ചെയ്യാൻ പറ്റുമോ? പാർട്ട് ടൈം അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ? ജോർജിയയിൽ ഇപ്പോൾ ഒരു മന്ത്ലി എക്സ്പെൻസ് ഒരു 15,000 തൊട്ടൊരു 20,000 രൂപ വരെ എന്തായാലും മന്ത്ലി എക്സ്പെൻസ് നമുക്കാവും. പിന്നെ വളരെ ചിലവ് ചുരുക്കി ജീവിക്കാൻ റെഡി ആയാൽ പോലും 15,000 രൂപ മിനിമം നമുക്ക് മന്ത്ലി അവിടെ വേണം എക്സ്പെൻസിന്. നമ്മുടെ റെൻറ്റും ഫുഡും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കത് എന്തായാലും മിനിമം നമുക്ക് വേണം. പിന്നെ പാർട്ട് ടൈം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ പാർട്ട് ടൈം നോക്കി മാത്രം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാർട്ട് ടൈം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോൾ പാർട്ട് ടൈം ജോബ് ആണെങ്കിലും ഓപ്ഷൻസിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പം നമുക്ക് അത്രയും ഡെഡിക്കേഷനോട് കൂടി പാർട്ട് ടൈം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതനുസരിച്ച് ജോലികൾ കണ്ടുപിടിക്കാനും ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കോഴ്സ് MBBS ആണ്. നമ്മുടെ പഠിത്തത്തിൻ്റെ കൂടെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഞാനത് പറയാൻ കാരണം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്കത് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ടില്ല പിന്നീട്. വൈഷ്ണവി പാർട്ട് ടൈം ചെയ്ത് പഠിച്ചു, പാർട്ട് ടൈമും ചെയ്തു, അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പം ചില കുട്ടികൾക്ക് അത് പറ്റും, ചില കുട്ടികൾക്ക് അത് പറ്റില്ല അല്ലേ? അതെ, ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പഠിത്തം മിസ്സാവാൻ പാടില്ല. ഇപ്പം നമ്മൾ ജോബ് അന്വേഷിക്കുമ്പോഴാണെങ്കിൽ എല്ലാ ജോബും ഇപ്പം നമുക്ക് സെറ്റ് ആവണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ചില ജോബ് സെറ്റ് ആവില്ല. നമ്മുടെ ടൈം ടേബിളൊക്കെ അനുസരിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്യണം. അപ്പം ചിലവർക്ക് നമ്മളെ സെറ്റാവില്ല, ആ ജോലി സ്ഥലത്ത് നമ്മൾ സെറ്റാവില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെക്കാനേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ജോലി മാത്രം പ്രതീക്ഷിച്ചിട്ട് ജോർജിയയിൽ പോകരുത് MBBS പഠിക്കാൻ. അതാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിത്തവും മിസ്സാവരുത്. ഇതൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്നുള്ളതേ ഉള്ളൂ ഈ ജോബിൻ്റെ കാര്യം. ഇത് എൻ്റെ എക്സ്പെൻസസ് ഒക്കെ നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ എന്താണ് ഇനി നിങ്ങൾ രണ്ടുപേരുടെയും ഭാവി പരിപാടികളൊക്കെ? ഭാവി പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഉടനെ തന്നെ കേരളത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 1 വർഷം ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് PG അല്ലേ? അതെ, PG എന്താണ് പ്ലാൻ? എബ്രോഡ് പോകാനാണോ അതോ ഇന്ത്യയിൽ തന്നെ പഠിക്കാനാണോ? അത് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ നാട്ടിൽ PG ആയിരിക്കും, പ്രിപ്പറേഷൻ ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് UK-ലോട്ടൊരു പാത്ത് വേ ഉണ്ട് ത്രൂ പ്ലാബ് എക്സാം. അങ്ങനെ UK-യിലായിരിക്കും PG ചെയ്യുന്നത്. ഈ 2 ഓപ്ഷൻസ് ആണ് നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. സോ ഡോക്ടർ ആർദ്രയ്ക്കും ഡോക്ടർ വൈഷ്ണവിക്കും പുറത്തു പോയി MBBS ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നല്ലൊരു രാജ്യം ചൂസ് ചെയ്യുക, നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ആ രാജ്യത്തും യൂണിവേഴ്സിറ്റിയിലും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു കൺസൾട്ടൻസി ചൂസ് ചെയ്യുക. ഞങ്ങൾ ചൂസ് ചെയ്ത പോലെ. സോ വി സജസ്റ്റ് ഡിസയർ എബ്രോഡ് സ്റ്റഡീസ്.